നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. MC റോഡിൽ ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ കുരിശുപള്ളി കവലയ്ക്ക് സമീപം ഉച്ചയ്ക്ക് 1:15 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ സജീവ്, ഓട്ടോ യാത്രക്കാരിയായ സംഗീത, ലേഡി സ്റ്റോർ ഉടമ സീന എന്നിവരെ സാരമായ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. മുൻചക്രം ഊരിത്തെറിച്ച നിലയിലാണ്. കോട്ടയം ഭാഗത്തു നിന്നും പുറബലങ്ങാട്ടേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റുമാനൂർ ടിപ്സിയുടെ ഫ്രണ്ടില് അമിത വേഗത്തിലെത്തിയ കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയും ഓട്ടോയിൽ യാത്ര ചെയ്ത ഡ്രൈവർക്കും പുറകിലിരുന്ന് യാത്ര ചെയ്ത സ്ത്രീക്കും നല്ല രീതിയിൽ പരിക്ക് ഏൽക്കുകയും അവരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഏറ്റുമാനൂർ അമിതമായ വേഗതയും അതുപോലെ തന്നെ അനധികൃത പാർക്കിങ്ങും ഏറ്റുമാനൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് അതിൽ ശ്രദ്ധിക്കാതെ പോകാനുള്ള സാഹചര്യമില്ല. അതുപോലെ തന്നെയാണെങ്കിലും നിരവധി വാഹനാപകടങ്ങൾ നിത്യം ഉണ്ടാകുന്നു. ആംബുലൻസ് പോകുന്ന ഒരു റോഡായി നമ്മുടെ ഏറ്റുമാനൂർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് അടിയന്തരമായ നടപടികൾ നിയമപാലകരുടെ രംഗത്തു നിന്നും ഭരണ സംവിധാനത്തിന്റെ രംഗത്തും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് പോലീസ് യൂണിറ്റ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു തകരാറ്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഹൈവേ വന്നിട്ടുണ്ടെന്ന് മണർകാട് ബൈപ്പാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏറ്റുമാനൂരിലെ യാത്രാക്ലേശത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് റോഡൊന്നും മുറിച്ച് കടക്കാൻ പോലെയുള്ള സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മന്ത്രി ഉണ്ടെന്ന് പറയുന്നു. ആ മന്ത്രിക്ക് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ള നിലയ്ക്ക് യാത്രക്കാരുടെ ഈ ക്ലേശം പരിഹരിക്കാനുള്ളൊരു കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ബസ്സിങ് ഇറങ്ങി വരുന്നതും ബസ് കയറുകയും ചെയ്യുന്ന ആ 2 പോയിന്റുകളും വല്ലാത്ത ദുർഘടാവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ട്രാഫിക് പോലീസ് യൂണിറ്റ് അനിവാര്യമാണ്. അത് എത്രയും വേഗം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതപ്പെടുന്നു. MC റോഡിലും ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിലും ബൈപ്പാസ് റോഡിലും വർദ്ധിച്ചു വരുന്ന അപകടം നിയന്ത്രിക്കുവാൻ അടിയന്തരമായി ട്രാഫിക് പോലീസ് യൂണിറ്റ് വേണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. സെൻട്രൽ ജംഗ്ഷനിൽ പ്രധാന റോഡുകളിലെ അനധികൃത പാർക്കിങ്ങും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്.